നൈജീരിയയിലെ പ്ലേറ്റോ സ്റ്റേറ്റിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കിടയിൽ അതിക്രൂരമായ മറ്റൊരു കൊലപാതക റിപ്പോർട്ട് കൂടി പുറത്തുവന്നു. ഒരു പാസ്റ്ററെയും ഭാര്യയെയും പള്ളിക്കുള്ളിലിട്ട് അക്രമികൾ ജീവനോടെ ചുട്ടുകൊന്നതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നൈജീരിയയിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളും അതിർത്തി പങ്കിടുന്ന മിഡിൽ ബെൽറ്റ് മേഖലയിലാണ് ഈ ദാരുണമായ സംഭവം നടന്നത്. സായുധരായ അക്രമികൾ പള്ളി ആക്രമിക്കുകയും പാസ്റ്ററെയും ഭാര്യയെയും അകത്തിട്ട് തീ കൊളുത്തുകയുമായിരുന്നു. അവരുടെ നിലവിളി ദൂരത്തേക്ക് കേൾക്കാമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു. ആക്രമണത്തിൽ പള്ളികൾ തകർക്കുകയും കൃഷിയിടങ്ങൾ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രദേശത്തെ നിരവധി ഗ്രാമങ്ങൾ ചാരമായി മാറിയ നിലയിലാണ്. മറ്റൊരു സംഭവത്തിൽ ഇവാഞ്ചലിക്കൽ മിഷണറി സൊസൈറ്റിയിലെ പ്രവർത്തകനായ പാസ്റ്റർ ബുലസ് മഡാക്കി, മകൾ, മരുമകൻ എന്നിവർ അക്രമികളുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ഈ ആക്രമണത്തിൽ ഇവരുടെ 3 മാസം പ്രായമുള്ള കൊച്ചുമകൾക്ക് മാരകമായി പരിക്കേറ്റെങ്കിലും കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നൈജീരിയയിൽ ക്രൈസ്തവർക്ക് നേരെ ആസൂത്രിതമായ വംശഹത്യ നടക്കുന്നുണ്ടെന്ന് വിവിധ മനുഷ്യാവകാശ സംഘടനകളും ക്രൈസ്തവ കൂട്ടായ്മകളും ആരോപിക്കുന്നു. എന്നാൽ ഇത് ഭൂമിക്ക് വേണ്ടിയുള്ള തർക്കമാണെന്നാണ് സർക്കാർ നിലപാട്. 2024 ഒക്ടോബർ മുതൽ 2025 സെപ്റ്റംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം ലോകത്ത് വിശ്വാസത്തിന്റെ പേരിൽ കൊല്ലപ്പെടുന്ന ക്രൈസ്തവരിൽ ഭൂരിഭാഗവും നൈജീരിയയിലാണെന്ന് ഓപ്പൺ ഡോഴ്സ് എന്ന സംഘടന റിപ്പോർട്ട് ചെയ്യുന്നു. മിഷണറി പ്രവർത്തനങ്ങൾക്കും വിശ്വാസത്തിനും വേണ്ടി വലിയ വില നൽകേണ്ടി വരുന്ന സാഹചര്യമാണ് നിലവിൽ നൈജീരിയയിൽ ഉള്ളതെന്ന് സഭാ നേതൃത്വം അറിയിച്ചു.